രാജ്യത്ത് ബാങ്കിംഗ് സേവനങ്ങൾ വലിയ തോതിൽ ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ബാങ്ക് ശാഖകൾക്കുള്ള പ്രാധാന്യം ഇന്നും കുറവല്ല. അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്കായി പണം നിക്ഷേപിക്കൽ, പിൻവലിക്കൽ, ചെക്ക് ക്ലിയറിംഗ്, ഡ്രാഫ്റ്റുകൾ, മറ്റ് കൗണ്ടർ സേവനങ്ങൾ എന്നിവയ്ക്കായി ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ബാങ്ക് ശാഖകളിലെത്തുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ തുടർച്ചയായി 4 ദിവസത്തേക്ക് ബാങ്കുകൾ പ്രവർത്തിക്കാതിരുന്നാൽ സാധാരണ ജനജീവിതത്തിൽ വലിയ അലയൊലി സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യം ഈ ജനുവരിയിൽ തന്നെ രാജ്യവ്യാപകമായി ഉണ്ടാകാൻ ഇടയുണ്ട്. അതിനാൽ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ധനകാര്യ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും ആസൂത്രണവും ആവശ്യമായേക്കാം. ബാങ്കിംഗ് സേവനങ്ങൾ ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനങ്ങളിലേക്ക്, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ പരിമിതപ്പെടുത്തണമെന്ന ആവശ്യം ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ ഏറെക്കാലമായി ഉന്നയിച്ചു വരികയാണ്. എന്നാൽ ഈ ആവശ്യത്തോട് ഇതുവരെ കേന്ദ്ര സർക്കാർ അനുകൂലമായി തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിന് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നതിനായി എല്ലാ ബാങ്ക് ജീവനക്കാരുടെയും സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ശക്തമായ നടപടിയിലേക്ക് കടക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2026 ജനുവരി 27 ചൊവ്വാഴ്ച അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പണിമുടക്ക് രാജ്യത്തെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഉൾപ്പെടുന്ന എല്ലാ പ്രധാന ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ ഗൗരവമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പണിമുടക്കിനായി തെരഞ്ഞെടുത്ത ദിവസം വളരെ ആസൂത്രിതമായാണ് ബാങ്ക് യൂണിയനുകൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ തീയതി മൂലം തുടർച്ചയായി 4 ദിവസത്തേക്ക് ബാങ്കുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് സർക്കാരിന് ഒരിക്കലും ആഗ്രഹിക്കാത്ത അവസ്ഥയായതിനാൽ അതുവഴി സർക്കാരിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താനാണ് യൂണിയനുകളുടെ ലക്ഷ്യം. ജനുവരി 4 ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ പുറത്തിറക്കിയ സർക്കുലറിലൂടെയാണ് ഈ പണിമുടക്ക് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. 2024 മാർച്ചിൽ നടന്ന ശമ്പള പരിഷ്കരണ കരാറിനിടെ ഈ വിഷയത്തിൽ ഒരു ധാരണയിലെത്തിയിരുന്നുവെങ്കിലും ദീർഘകാലമായി ബാങ്ക് ജീവനക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ ഇതുവരെ വ്യക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നതാണ് പണിമുടക്കിന് കാരണമായി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ബാങ്ക് യൂണിയനുകളും തമ്മിലുണ്ടായിരുന്ന മുൻ കരാറുകളും ഈ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. രാജ്യത്ത് നിലവിൽ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 2026 ജനുവരി 24 4ാമത്തെ ശനിയാഴ്ചയാണ്. അതിന് പിന്നാലെ ജനുവരി 25 ഞായർ, ജനുവരി 26 തിങ്കൾ റിപ്പബ്ലിക് ദിനം എന്നിങ്ങനെ തുടർച്ചയായി 2 പൊതു അവധികൾ വരുന്നു. ഇതിന് പിന്നാലെ ജനുവരി 27 ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ മൊത്തത്തിൽ 4 ദിവസത്തേക്ക് ബാങ്കിംഗ് സേവനങ്ങൾ പൂർണ്ണമായി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. ബാങ്കുകളുടെ പ്രവൃത്തി ദിനങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമാക്കി നിശ്ചയിക്കണമെന്നാണ് ബാങ്ക് ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഇത്തരമൊരു തീരുമാനം സാമ്പത്തിക രംഗത്തെ പല മേഖലകളെയും ബാധിക്കാമെന്നതാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനം മാത്രമാക്കുന്ന പക്ഷം പ്രവൃത്തി ദിനങ്ങളിൽ പ്രതിദിനം 40 മിനിറ്റ് അധികമായി ജോലി ചെയ്യാൻ ജീവനക്കാർ തയ്യാറാണെന്നും ബാങ്ക് യൂണിയനുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലൂടെ എല്ലാ ശനിയാഴ്ചകളും അവധിയായാലും ആഴ്ചയിലെ മൊത്തം ജോലി മണിക്കൂറുകളിൽ യാതൊരു കുറവുമുണ്ടാകില്ലെന്നാണ് അവരുടെ വാദം. ഇതിനകം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്, സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, മണി മാർക്കറ്റുകൾ, ചില കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ എന്നിവ ആഴ്ചയിൽ 5 ദിവസം മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നു. തുടർച്ചയായ 4 ദിവസത്തെ അവധി സാധാരണ ബാങ്ക് ഉപഭോക്താക്കളെ ഗൗരവമായി ബാധിക്കാനിടയുണ്ട്. അതിനാൽ ബാങ്കിംഗ് സംബന്ധമായ ഏതെങ്കിലും പണമിടപാടുകൾ നടത്തേണ്ടവർ അവ മുൻകൂട്ടി പൂർത്തിയാക്കുന്നത് ഏറെ പ്രധാനമാണ്. യാത്രകൾ ഉൾപ്പെടെ വിവിധ പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുന്നവർ ആവശ്യമായത്ര പണം കൈവശം കരുതുകയും വേണം. ഈ അവധികൾ ഇന്ത്യയിലൊട്ടാകെ ബാധകമായതിനാൽ എടിഎമ്മുകളിൽ പണം തീരാനുള്ള സാധ്യതയും കൂടുതലാണ്. സാധാരണ വെള്ളിയാഴ്ച എടിഎമ്മുകളിൽ പണം ലോഡ് ചെയ്താൽ അടുത്തതായി അത് നിറയ്ക്കാൻ സാധിക്കുക ബുധനാഴ്ച മാത്രമായിരിക്കും. ഈ ഇടവേളകളിൽ വലിയ തിരക്കുണ്ടായാൽ പല സ്ഥലങ്ങളിലും എടിഎമ്മുകൾ പ്രവർത്തനരഹിതമാകാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി 4 ദിവസത്തെ സേവന മുടക്കം, ചെക്ക് ക്ലിയറിംഗ്, പണം നിക്ഷേപിക്കൽ, പിൻവലിക്കൽ, ഡ്രാഫ്റ്റുകൾ, കൗണ്ടർ സേവനങ്ങൾ എന്നിവയ്ക്കെല്ലാം തടസ്സമുണ്ടാക്കും. അതോടൊപ്പം തന്നെ നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, UPI, ATM സേവനങ്ങൾ എന്നിവയിലും തിരക്ക് വർദ്ധിക്കാനിടയുണ്ട്. അതിനാൽ ബാങ്കിംഗ് ആവശ്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സൂക്ഷ്മതയോടെ നീങ്ങുന്നതാണ് ഉചിതം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.